നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജമ്മു കാശ്മീരിൽ മുമ്പില്ലാത്ത വിധം ചില ഭീകര ആക്രമണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് റിയാസിയിലുണ്ടായ ടെററിസ്റ്റ് ആക്രമണം. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഇറ്റലിയിൽ പോകുന്നതിന് മുമ്പായി ഈ കാശ്മീരിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒന്നും നോക്കണ്ട, കയറി അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, ഇത്തരം ഭീകരാക്രമണമായിട്ട് വരുന്ന ഒരുത്തനെയും വെറുതെ വിടണ്ട എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയത്. അല്ല, മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. കാശ്മീരിലെ തീവ്രവാദം അവസാനിപ്പിക്കുന്നതിന് വളരെയധികം ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അവിടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയായിട്ട് വരികയാണ്. ആ സമയത്താണ് ഇപ്പോൾ റിയാസിൽ ഈ അറ്റാക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ജമ്മുവിലേക്ക്, ഹിന്ദു ഭൂരിപക്ഷ സ്ഥലങ്ങളിലേക്ക് ഇവർ അക്രമത്തിൻ്റെ ടാർഗറ്റ് മാറ്റിയിട്ടുണ്ട്. കാശ്മീരിൽ നിന്ന് ജമ്മുവിലേക്ക് മാറ്റുന്നു. ജമ്മുവിലേക്ക് മാറ്റിയ നാളെ ഹിമാചൽ പ്രദേശ് ആവാം, സിവാലിക്ക് മേഖലയിലെ ഏത് പ്രദേശമാകാം. അതിങ്ങനെ ഇറങ്ങി വരാം. അതൊരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ അടങ്ങിയിട്ടൊന്നുമില്ല, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തക്കം പാർത്തിരിക്കുകയാണ്. ഇതിനിപ്പോൾ പാകിസ്ഥാൻ ISI ആണ്. കാരണം പാകിസ്ഥാനിലെ ഭരണകൂടമൊക്കെ കൊളാപ്സായി, രാജ്യം തന്നെ കൊളാപ്സ്ഡാണ്. ഇപ്പോൾ ഇറ്റ്സ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു മൊബൈൽ ഉയർത്തുകയാണ്. കാരണം മോഡിയുടെ സമയത്ത് മോഡീനെ പറ്റി ഇങ്ങനെ ഇൻ്റർനാഷണലി ഭയങ്കര അഭിപ്രായം വരുമ്പോൾ, ശക്തൻ എന്നുള്ള അഭിപ്രായം വരുമ്പോൾ, അങ്ങനെ നല്ല ഞങ്ങൾ എപ്പോഴും അടിക്കുന്നുണ്ടെന്ന് ഫീൽ കൊടുക്കുക. ഇതൊരു കോൺട്രാക്ട് കൂടിയാണ്. അപ്പം അങ്ങനെ കുറച്ച് ഫണ്ട് ഇന്ത്യ വിരുദ്ധ, മോഡി വിരുദ്ധ രാജ്യങ്ങളിൽ നിന്ന് ഈ കൂടെ ചിരിക്കുന്ന പലരും അടുത്ത സുഹൃത്തുക്കളെന്നല്ല, ശത്രുക്കളാണ്. ഇവരോടൊക്കെ മേടിക്കാനുള്ള പരിപാടിയാണ്. ISIക്ക് അതുകൊണ്ട് ഗുണം കിട്ടും, തീവ്രവാദികൾക്കും ഗുണം കിട്ടും. അതാണ് കാര്യം. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നേരിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഇത്രയും കാലം അങ്ങനെ വലിയ അറ്റാക്കൊന്നും വരാതെ ഇന്നലെ കഴിഞ്ഞ അറ്റാക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, അപ്പോൾ ഇലക്ഷന് ശേഷമുള്ള ഉണ്ടായ ഒരു അനിശ്ചിതത്വം ഇതിന് ഗുണകരമായെന്ന് അന്വേഷിക്കണം. കാരണം എപ്പോഴും ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് വീക്കാവുന്ന സമയത്താണ് ഈ പുതിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടും. അപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, അതിന്റെ മുമ്പേ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ ഇന്റഗ്രേഷന്റെ സമയത്ത് ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം പഞ്ചാബ് പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ അതിശക്തമായ മൂവ്മെന്റ് അടിയന്തരാവസ്ഥയൊക്കെ വന്നതിന് ശേഷമാണ് പഞ്ചാബിൽ ഉണ്ടായത്. അതുപോലെ കശ്മീർ പ്രശ്നം ശക്തിപ്പെടുന്നത് ഈ പറയുന്ന രാജീവ് ഗാന്ധിന്റെ അവസാനം, ഈ പറയുന്ന രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ ഒരു അൺസർട്ടനിറ്റി വന്നു. ആ അൺസർട്ടനിറ്റിയിലൂടെയാണ് കശ്മീർ പ്രശ്നം പല ഗവൺമെന്റുകൾ ആ സമയത്താണ് ഒരു ശക്തി. പിന്നെ മുഫ്തിയുടെ അന്നത്തെ ആഭ്യന്തര മന്ത്രി മുഫ്തിയുടെ മകളെ തട്ടിക്കൊണ്ടുപോകുന്നു. അതോടുകൂടിയിട്ടാണ് ഇവർക്കൊരു ഗിയർ കിട്ടുന്നത്. ആ ടോപ്പിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അത് മോഡി വന്നതിന് ശേഷമാണ് അതില്ലാതായത്. അപ്പം സെൻട്രൽ ഒന്ന് വീക്കാകുമ്പോൾ തലമുക്കുന്നത് സ്വാഭാവികമാണ്. അപ്പം വീക്ക് എന്നൊരു ഫീൽ ഇപ്പം കൊടുക്കാൻ ഈ ഇലക്ഷൻ കൂടെ പറ്റി. പക്ഷെ വീക്കല്ലെന്ന് തെളിയിക്കേണ്ടത് രാജ്യ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ മോഡിയുടെ ഇമേജിനും ഗവൺമെന്റ് നിലനിൽപ്പിനും വളരെ അത്യാവശ്യമാണ്. അതായിരിക്കും ആ രീതിയിൽ ഒരു പ്രസ്ഥാനം നടത്തിയത്. അപ്പം ഈ മാത്രമല്ല, പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം അവർ വൺസ് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ദൂരം മുന്നോട്ട് വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടും. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ചൈനക്കാർ ഇന്ത്യയുടെ സ്ഥലം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാശ്മീരിൽ നമ്മളുണ്ടാക്കിയ ഇൻട്രോഡ്സ് കാണാതിരിക്കുകയാണ്. കാശ്മീരിൽ എന്തായിരുന്നു സ്ഥിതി? എന്ന് കാശ്മീർ വിട്ടുപോകുന്നു തോന്നുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അധിനിഷ്ഠ കാശ്മീരിൽ അവരിങ്ങോട്ട് വരും എന്നുള്ള ഫീൽ ഇപ്പൊ നമുക്ക് വേണോ വേണ്ടെന്നാണ് നമ്മുടെ പ്രശ്നം. വേണ്ടി വന്നാൽ നമ്മൾ ഏത് സമയത്തും നമുക്ക് ഇങ്ങോട്ട് ആക്കാൻ പറ്റുന്നതാണ്. ആ രീതിയിലേക്ക് ചർച്ച മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ സമയത്ത് ആ ചർച്ച പിന്നോട്ട് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ധൈര്യം കൊടുത്തിട്ട് പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ചൈനയുടെ കാര്യം വേറെ ഒന്നാണ്. ചൈനയിൽ അവിടെ ഇന്ത്യയുടെ അതിർത്തി ഡിമാർക്കറ്റഡ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നിട്ടുണ്ടാവാം. അത് പലതും റിപ്പോർട്ട് ചെയ്യില്ല എന്നേ ഉള്ളൂ. കാരണം അവരുടേതായ മാപ്പ് വെച്ചുകൊണ്ടിരിക്കും, നമ്മൾ നമ്മുടേതായ മാപ്പ് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ പറയുന്ന അവരുടെ മാപ്പിനകത്ത് അരുണാചൽ പ്രദേശൊക്കെ അവരുടെ ഭാഗമാണ്. നമ്മുടെ ആ പ്രദേശത്തെ മാപ്പ് ഒരിക്കലും ഡിഫൈൻഡ് അല്ല. അത് നെഹ്റു ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു, ബ്രിട്ടീഷുകാർ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു, ചൈനക്കാർ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. ഇതൊരു പരസ്പരം ചർച്ചയിലൂടെ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. ആ ചർച്ചയിലൂടെ തീരണമെങ്കിൽ BJP തന്നെ വിചാരിക്കണം. കാരണം വേറെ ചർച്ച നടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാം ഒക്കെ ആയി കിട്ടില്ല, ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ വിട്ടുകൊടുക്കണേ BJP വിചാരിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ. വേറെ ആര് ഉള്ള സമയത്ത് വിട്ടുകൊടുത്താൽ ഇവരതിന് അംഗീകരിക്കില്ല, വലിയ പ്രശ്നമായി മാറും. അപ്പം അതൊരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റും. ആ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകാൻ രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം പ്രശ്നം ഇല്ലാതാവും. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആയുധങ്ങളും അടിച്ചു. ചൈനയെ സംബന്ധിച്ചുള്ള ആയുധപന്തേ ഉണ്ടാവുള്ളൂ. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ശത്രുവാക്കി നിലനിർത്തിക്കൊണ്ട് അവർക്ക് അത്യാവശ്യമാണ്. ഈ രണ്ട് ജയന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ വലിയ എക്കോണമികൾ തമ്മിൽ ജോയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ തലവേദനയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഇഷ്യൂസ് അതിന് നടുവ് കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കീഴെ അടിക്കാറുണ്ട്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പം ഈ ന്യൂ മീഡിയ ഒക്കെ വളരെ സജീവമായതുകൊണ്ട് ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മാത്രമല്ല അമേരിക്ക അവരുടെ ചാരോപകരണങ്ങളുമായി കുറേ
ലീക്ക് ചെയ്ത വീഡിയോസ് ഒക്കെ കൊടുക്കുന്നു. അതൊക്കെ ഉപയോഗിച്ചിട്ട് മുമ്പ് അവരങ്ങനെ കൊടുത്തിരുന്നില്ല. ഇല്ല. ഇപ്പൊ എന്ന് വെച്ചാൽ മോഡീനെ തകർക്കാൻ എന്തൊക്കെ കിട്ടും, അതൊക്കെ ഇതൊക്കെ എങ്ങനെ വരുന്നത് ഈ സാധനങ്ങൾ കയറിയെന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ കയറിയ സമയത്ത് കയറിയത് പിന്നെ സമ്മതിച്ചു എന്നുള്ളതാണ് മോഡി ചെയ്തൊരു കാര്യം. സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല പാർലമെന്റ് ചോദ്യം ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇങ്ങോട്ട് അടിച്ചതിന് അങ്ങോട്ടും അടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓക്കെ എന്നാൽ രാവിലെ വരും കമോൺ ബോയ്സ് നമ്മൾ ചൈന പിടിച്ചു പറ്റി വരാമെന്നുണ്ടല്ലോ. പിന്നെ ഈ രാജ്യം ഉണ്ടാവില്ല, ചൈന ഉണ്ടാവില്ല, അമേരിക്ക ഇവിടെ നിന്ന് ചിരിക്കുക, ഇന്ത്യ ഉണ്ടാവില്ല, ചൈന ഉണ്ടാവില്ല. രണ്ടുപേരും അതിശക്തമായ ന്യൂക്ലിയർ പവേഴ്സ് ആണ്. ഈ ന്യൂക്ലിയർ പവറായ മാത്രം പറയും ഈ സാധനങ്ങൾ അവിടെ കൊണ്ട് ഇടാനുള്ള ശേഷി രണ്ടുപേരും കൂട്ട്. പിന്നെന്താ സ്ഥിതി? അതുകൊണ്ടാണ് മോഡി പോയി തിരിച്ചടിക്കാത്തത്. അതുകൊണ്ടാണ് ചൈന പരിധി കൂടുതൽ ഇങ്ങോട്ട് കയറാത്തത്. ന്യൂക്ലിയർ പവറാണ് ഇപ്പോഴത്തെ ഡിറ്ററൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ ഓരോ മണ്ടം വരാ ഞങ്ങളാണെങ്കിൽ പൊളിറ്റിക്കൽ ഒരു യുക്കും ചെയ്യാലോ. നിങ്ങൾക്ക് ഈ രാജ്യത്തോട് സ്നേഹം നിങ്ങൾക്ക് ചുക്കും ചെയ്യാൻ പറ്റില്ല. ചൈനയുടെ കയ്യിൽ സാധനമുണ്ട്. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ തന്നെ ഇത് പഠിക്കാത്തത്? ആകെപ്പാടെ ലിമിറ്റഡ് ആയിട്ട് അടിയല്ലേ കൊടുത്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അടിക്കാത്ത? അവന്മാരുടെ കയ്യിൽ സാധനം ഇത് അപകടം പിടിച്ചിട്ട് സാധനമാണ്. ഇതുള്ളത് അവരുടെ കയ്യിലിരിക്കുമ്പോൾ അത് വലിയ അപകടമാണ്. ചൈനയുടെ കയ്യിൽ അപകടമാണ്. ചൈനയുടെ അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ ചിലപ്പോൾ അവർ ഡൽഹിയിൽ ഇടണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ആസാമിൽ അയക്കും പോയി വീഴുക. ചൈനയുടെ കയ്യിൽ അതുമല്ല, പൊസിഷൻ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പം ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു അയൺ ഹാൻഡോട് കൂടി തന്നെ അവിടെ മുന്നോട്ട് പോകണം. അതേസമയം അവിടെ ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും വേണം. അങ്ങനെ ജനാധിപത്യ സംവിധാനങ്ങൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് JNUവിൽ മോഡിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് അന്നത്തെ ആ ഒരു കലാപശ്രമങ്ങളെല്ലാം നേതാവ് ഷെഹ്ല റഷീദ് എന്ന കാശ്മീർ പെൺകുട്ടി, അവളിപ്പം ഭയങ്കര മോഡി ഫാനാണ്. ഞാനും നല്ല മോഡി ഫാൻ. ഞാനാണ് നല്ലത് മോശം. ഇവിടെ ഭയങ്കര മോഡി ഫാനാണ് ഇപ്പോൾ ഷെഹ്ല റഷീദ്. മോഡി ഫാൻ ആണല്ലേ? ഞാൻ മോഡി ഫാൻ അല്ല, വലിയ പോയ മോഡി ഫാൻ. ഞാൻ മോഡി ഫാൻ എന്നല്ല. ഞാൻ അയാൾ നമ്മുടെ പ്രധാനമന്ത്രി നിധി അയാളിന്റെ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിനല്ലതാണ്. രാജ്യത്തിന് ആര് ഗുണം ചെയ്യുന്നു ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ കൂടി ഉണ്ടാക്കിയെടുത്താണ് ഈ രാജ്യം. അതായത് ഫ്രീഡം സ്ട്രഗിളിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അന്ന് ഇവിടെ ഇന്ന് വലിയ രാജ്യസമയം പറഞ്ഞിട്ട് പലവന്മാരുടെ അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടല്ലോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചോടിക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരായ പരമാവധി രാഷ്ട്രീയക്കാരായിരിക്കുന്നത്. അതായത് ഈ രാജ്യം ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിക്കുന്നവരാണ് ഇതിന് നേരിട്ടുള്ള സ്റ്റേക്ക്. അങ്ങനെയുള്ള സ്റ്റേക്കുള്ള അപൂർവം കുടുംബങ്ങളിൽ പെട്ട ഒരാളാണ് ഞാൻ. ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞു നടക്കുന്ന പല ആളുകളുടെയും അപ്പൂപ്പന്മാരായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം, ബ്രിട്ടീഷ് വലിയ ഫോട്ടോയും വെക്കും. ഇവരൊക്കെയാണ് പണ്ട് പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ കോഴിക്കോട് ബീച്ചിലും അതുപോലെ കണ്ണൂർ പയ്യമ്പലം ബീച്ചിലും അതുപോലെ ജാലിയൻ പലാഗമാഗിലൊക്കെ വെടിവെച്ച് വന്നത്. എന്നിട്ട് അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പന വലിയ ബ്രിട്ടീഷ് പട്ടാളത്ത് പറ്റിയ ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ഒന്നും നടക്കും. അത് അധികം കൊണ്ട് ഇളക്കണ്ട. ഞാൻ എൻ്റെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നത് എൻ്റെ രാജ്യമായതുകൊണ്ടാണ്. എൻ്റെ രാജ്യം ഞാൻ ഇവിടെ ജനിച്ചു എന്നുകൊണ്ട് മാത്രമല്ല, ഇന്നത്തെ ഇത് രാജ്യം ഉണ്ടാക്കുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ അതുപോലെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ. അത് മുസ്ലിംസിനിടെ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുന്ന ആളുകളെല്ലാം ഹിന്ദുക്കളായി പ്രഖ്യാപിക്കുകയാണ് അന്ന്. അന്നത്തെ ജിന്ന ലീഗും ആൻഡ് ടീമും അതിനെ റെസിസ്റ്റ് ചെയ്താണ് അവരൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ രാജ്യത്തിന് ഗുണകരമായിട്ട് ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇന്ദിരാഗാന്ധി മരിച്ചു പക്ഷെ കേട്ടിട്ടുള്ളത് ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണാധികാരിയാണ് മോഡി. അതുകൊണ്ട് ഞാൻ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നു. ആരാധന പക്ഷേ ഷെഹ്ല റഷീദിന് ആരാധനയാണ്. അതിലത് കാശ്മീരിനെ മാറ്റിമറിച്ചു എന്നാണ് ഡെവലപ്മെന്റ്. അല്ല, ഇത്തവണത്തെ നമുക്ക് അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഇത്തവണത്തെ പോളിംഗ് ശതമാനം കാശ്മീരിലെ ജമ്മുവിലെ പോളിംഗ് ശതമാനം അതാണ് കാണിക്കുന്നത്. മുമ്പില്ലാത്ത വിധം വോട്ട് ചെയ്യാൻ ആളുകൾ വരുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റമാണ്. വലിയ മാറ്റമാണ്. അവിടെ എനിക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ പോളിംഗ് നടത്താണ് രേഖപ്പെടുത്തി. ജനങ്ങൾ സമാധാനം വേണ്ടതെന്ന്. സമാധാനം, നമ്മളെ മതത്തിന്റെ പേര് സമാധാനം. പക്ഷെ ആ സമാധാനത്തിന്റെ ആ പേരും വന്നിട്ട് യുദ്ധം ചെയ്താൽ എന്ത് ചെയ്യും? മതത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ജനത്തിന് വേണ്ട സമാധാനമാണ്. ആ സമാധാനം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നു. അതൊക്കെ ഇവന്മാർക്ക് ഭയങ്കര കണ്ണുകടിയായി. അതുകൊണ്ടാണ് ഈ അറ്റാക്ക്. ഇത് കുറച്ച് കഴിയുമ്പോൾ നാട്ടുകാർ തന്നെ ഇവന്മാരെ എടുത്തിട്ട് ജനകീയ വിചാരം പഞ്ഞിക്കിടും. അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്.